കഞ്ഞിക്കകത്തുനിന്ന് കണ്ണിമാങ്ങ എങ്ങനെ എടുത്തിട്ട് ഒരു കടി അങ്ങോട്ട് കടിക്കണം. അതെ, നമ്മൾ ഒരു ചക്ക വേവിച്ച കഴിക്കാനായിട്ട് പോവാണ്. ചക്ക വേവിച്ചയ്ക്ക് സ്പെഷ്യാലിറ്റി ഉണ്ട്. വറുത്തരച്ച ചക്ക വേവിച്ചാണ്. ചക്ക വേവിച്ച് നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ആറന്മുളയിൽ വന്ന് ജോയി ചായൻ്റെ ഹോം സ്റ്റേയിൽ നിന്നുകൊണ്ട് വറുത്തരച്ച ചക്ക വേവിച്ചത് കഞ്ഞിയും പയറും അങ്ങനെ കുറേ ഐറ്റംസാണ് നമ്മൾ തുടങ്ങാൻ പോവാണ്. ചക്ക എടുത്തുകൊണ്ട് അങ്ങോട്ട് തുടങ്ങാം. വേവിക്കാൻ പരുവത്തിനായിട്ടുള്ള ഒരെണ്ണം നമ്മളിങ്ങനെ എടുത്തു. വാ, നമ്മൾ ചക്ക വെട്ടീന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത് ഗംഗൻ ഭായിൽ നിന്നാണ്. പുള്ളിക്കാരൻ ഇത് മുറിച്ച് അതിൻ്റെ ചുളയെല്ലാം എടുത്ത് നമുക്ക് വൃത്തിയായിട്ട് തരും. അതേപോലെ തന്നെ നമ്മുടെ ജോയി ചായൻ്റെ ഈ ഹോം സ്റ്റേയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പ്ലാവുണ്ട്, പുളിമരമുണ്ട്, അതുപോലെ ചാമ്പ ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പം ഞാൻ കണ്ടില്ല. ചാമ്പ ഉണ്ടായിരുന്നു, പനിനീർ ചാമ്പയൊക്കെ ഉണ്ടായിരുന്നു. ജാതി മരം ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ നല്ല പച്ചപ്പുമായിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആണ്. ഇതാണ് ഗംഗൻ ഭായ്. നമുക്ക് വേണ്ടി മുറിക്കുകയല്ലേ? മുറിക്കുകയാണ്. ഇതന്നെ ഗംഗൻ ഭായ് ഇത് മുറിക്കാൻ പോവാണ്. തൊട്ട് സൈഡിൽ പമ്പാ നദി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാം. അവിടെ വേണമെന്നുണ്ടെങ്കിൽ കുളിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഇവിടെ കുളിക്കാൻ പറ്റില്ല. ഇച്ചിരി അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ കുളിക്കാം. ഇവിടെയും കുളിക്കാവോ? അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയാൽ നമുക്ക് കുളിക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ഇഷ്ടംപോലെ പ്രാവശ്യം ആറന്മുള ക്ഷേത്രം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ ആറന്മുള ക്ഷേത്രത്തിൽ പോയി ആറന്മുള വള്ളസദ്യയുടെ വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പം വള്ളസദ്യ അല്ല, ചക്ക വേവിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അല്ലേ ഗംഗൻ ഭായ്? നമുക്ക് തുടങ്ങിയാലോ? മുറിക്കാം. അതെ, തേൻ വരിക്കയാണ്. പക്ഷെ നമ്മൾ വേവിക്കാൻ പോവാണ്. അതെ, ചക്ക വെട്ടിയത് ഞാനാണ്. പക്ഷേ അത് അടർത്തിയെടുത്തത് ഗംഗൻ ഭായ് ആണ്. അത് കഴിഞ്ഞ് അത് നന്നായിട്ട് അരിഞ്ഞു തന്നത് ജെയിംസ് ഭായ് ആണ്. അത് കഴിഞ്ഞിപ്പോൾ ചക്ക വേവിക്കുന്നത് നമ്മുടെ ലൂക്കോസ് ചേട്ടനാണ്. ലൂക്കോസ് ചേട്ടൻ ഇതൊരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. വറുത്തരച്ച ചക്ക വേവിച്ചതെന്ന് പറയുന്നത് അത്ര കോമൺ അല്ല. ഇതിന് ചെയ്യുന്നത് എന്താണെന്നുള്ള കാര്യം ലൂക്കോസ് ചേട്ടനോട് തന്നെ ചോദിക്കാം. ലൂക്കോസ് ചേട്ടാ, ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം ചക്ക അടപ്പ വെക്കുന്നു. ഒരു സ്വല്പം ഉപ്പ് ഇട്ട് ചക്ക ആവിക്ക് വേവിക്കുക. ചൂടുവെള്ളം ഒഴിച്ചു. ഇത് ചെറുതായിട്ട് നുറുക്കിയ ചക്കയാണ്. എന്നിട്ട് അത് ആവിയിൽ വേവുന്ന സമയം കൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ അടപ്പ വെച്ചു. അതിന് കടു പൊട്ടിച്ചു, കരിയാപ്പല ഇട്ടു, നമ്മൾ വറക്കാനുള്ള തേങ്ങ ഇട്ടു, പീര ഇട്ടു. പിന്നെ നമ്മൾ അതിന് ചേർക്കാനുള്ള വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക് അതിട്ട് വഴറ്റി ഒരു പരുവായപ്പോഴത്തേനും നമ്മൾ അതിനകത്ത് മഞ്ഞപ്പൊടി ഇടുന്നു, ജീരകപ്പൊടി ഇടുന്നു. അത് ഇങ്ങനെ മൂത്ത് വന്ന പരുവത്തിന് നമ്മൾ മിക്സിയിലിട്ട് 2 അടി അടിച്ചിട്ട് ഉപ്പുകൂടി ചേർത്ത് അതിന് ശകലം ഉപ്പും ചേർത്തു. എന്നിട്ട് അത് മിക്സിയിലിട്ട് അടിച്ച് എടുത്തിട്ട് അത് നമ്മൾ ഇനി വെന്ത ചക്കയ്ക്കകത്തോട്ട് മിക്സ് ചെയ്യാൻ പോവാം. ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആവിക്ക് 2 മിനിറ്റ് ഇട്ടേക്കും. എന്നിട്ട് ഈ അരപ്പും ഈ ചക്കയും കൂടെ പിടിക്കാൻ വേണ്ടി അതൊന്ന് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചമ്മന്തിയുടെ കൂടെ കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നല്ല മീൻകറിയുടെ കൂടെ കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നല്ല ബീഫിന്റെ കൂടെ കഴിക്കാം. ബീഫ് ഉലർത്തിയതോ അല്ലെന്നുണ്ടെങ്കിൽ ബീഫ് കറി, ഇച്ചിരി തിക്ക് ഗ്രേവി ബീഫ് റോസ്റ്റ് അല്ലേ, ഇതൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷേ ഇതിപ്പോൾ നോയമ്പ് സ്പെഷ്യൽ ആയതുകൊണ്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ പോകാം. ലൂക്കോസ് ചേട്ടനെ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ആ ചക്ക ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോ ഇത് കുറച്ച് നേരം കൂടെ അടച്ചു വെക്കുവോ ലൂക്കോസ് ചേട്ടാ? അതെ, 2 മിനിറ്റ് ഇത് ആവി വരാൻ വേണ്ടി 2 മിനിറ്റ് അടച്ചു വെക്കും. 2 മിനിറ്റ് അടച്ചു വെക്കും. ആ സമയത്ത് ജോയിച്ചാൻ എങ്ങോട്ടൊക്കെ കറങ്ങിയിട്ടിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ജോയിച്ചാൻ ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെ ഇല്ലായിരുന്നു, നമ്മുടെ കൂടെ നിൽക്കാനൊക്കെ വന്നപ്പോഴത്തേന് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഏതായാലും ചക്ക റെഡിയായി. അത് നീ അടച്ചു ചക്ക റെഡിയായി വരുന്നു. ആ സമയത്ത് കഞ്ഞിയുണ്ട്. ജോയിച്ചാ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല കഞ്ഞി പയറ് ഒന്നിച്ചുള്ളത്, ചക്ക വേവിച്ചത്, ചുട്ട ചമ്മന്തി, അതിൻ്റെ കൂടെ കണ്ണിമാങ്ങ അച്ചാറ്, പിന്നെന്താ വേണ്ടതല്ലേ?
നല്ല ചുട്ട പപ്പടം, അതിൻ്റെ കൂടെ പയറ് ചേർത്ത കഞ്ഞി, കണ്ണിമാങ്ങ അച്ചാറ്, അതേപോലെ തന്നെ ചുട്ടരച്ച ചമ്മന്തി അല്ലേ, തേങ്ങ ചുട്ടരച്ച ചമ്മന്തി. ഇതൊന്നും കൂടാതെ നമ്മുടെ വറുത്തരച്ച ചക്ക വേവിച്ചതുകൊണ്ട്. പക്ഷേ നമുക്ക് ആ പപ്പടത്തെ അങ്ങോട്ട് തുടങ്ങാം അല്ലേ. ചുട്ട പപ്പടം അങ്ങ് പൊട്ടിച്ച്, അതാണോ ചുട്ട പപ്പടത്തിന് വേറൊരു ശൈലിയാണ്, അതിൻ്റെ വേറൊരു ടേസ്റ്റുമാണ്. അതും പയറ് കഞ്ഞിയും കൂടെ. ഓ പൊളി ടേസ്റ്റ്, സൂപ്പർ. ചോദിച്ചാ ഇവിടെ വന്നതിൽ ഉള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രുചികളെല്ലാം നമ്മുടെ വീട്ടിലെ രുചികൾ, നാടൻ രുചികളാണ്. അപ്പം ഈ കഞ്ഞി, ചക്ക ഇതെല്ലാം കാണുമ്പം ഉറപ്പായിട്ടും ആൾക്കാർ വിചാരിക്കും ആ ചക്കയുള്ള പ്ലാവേന്ന് ഒരു ഇല പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ഒരു കുമ്പിളുണ്ടാക്കിയിട്ട് അത് വെച്ച് കോരി കുടിക്കാൻ എന്താണെന്ന്. പക്ഷേ അത് നമ്മൾ മറന്നുപോയതാണ്. ഇപ്പോൾ കുടിക്കുന്ന സമയത്ത് ഞാൻ ഓർത്താണ്, അല്ലെങ്കിൽ നമ്മളത് ചെയ്തേനെ അല്ലേ ചോദിച്ചാൽ, അത് ചെയ്തേനെ. പക്ഷേ എന്തായാലും സംഭവം ടേസ്റ്റ് അടിപൊളിയാണ്. പയറും ചേർത്തുണ്ടാക്കിയ കഞ്ഞി, അതിൻ്റെ കൂടെ തേങ്ങ വറുത്തരച്ച് തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയുണ്ട്. സ്വല്പം കഴിച്ച് നോക്കിയാലോ. ചമ്മന്തി അത്രയും വലിയ പീസ് കഴിക്കേണ്ട കേട്ടോ, കുറച്ച് ആ കഞ്ഞിയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് അതിൻ്റെ കറക്റ്റ്. പക്ഷെ നല്ല ടേസ്റ്റാണ്. തേങ്ങ ചുട്ട് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറും. അതിൻ്റെ ആ ഒരു വേറൊരു ഫ്ലേവർ തന്നെയാണ് വരുന്നത്, അടിപൊളിയാണ്. അത് കഞ്ഞിയുടെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. പിന്നെ കണ്ണിമാങ്ങ അച്ചാർ നമുക്ക് വേണേൽ മുറിച്ചൊക്കെ കഴിക്കാം. പക്ഷേ ഇത് കണ്ടോ, കഞ്ഞിക്കകത്തുനിന്ന് കണ്ണിമാങ്ങ എങ്ങനെ എടുത്തിട്ട് ഒരു കടി അങ്ങോട്ട് കടിക്കണം. ഓ, ഞാൻ വിചാരിച്ചു ഇച്ചിരി കട്ടി ഉണ്ടാവുന്ന, പക്ഷെ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഇതൊരുമാതിരി ടേസ്റ്റ് അല്ല, അതിൻ്റെ ടെക്സ്ചറാണ് പറയുന്നത്. ടെക്സ്ചർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗുലാബ് ജാമുൻ കഴിക്കുന്ന പോലെ അത്ര സോഫ്റ്റാണ്. 1 വർഷം മുമ്പ് ഉപ്പിലിട്ടിട്ട് റെഡിയാക്കി എടുക്കുന്നത്. ഇത് ഇവിടെ അടുത്ത് എവിടെയോ വീട്ടിലുണ്ടാക്കുന്നതല്ലേ പറഞ്ഞു? ഇല്ലത്തിൽ നിന്ന് കിട്ടുന്ന ഉണ്ടാക്കിയതാണ്. ഓ, ഭയങ്കര ടേസ്റ്റാണ്. ആ പുളി, എക്സ്ട്രീം പുളി, എക്സ്ട്രീം ഉപ്പ്, എക്സ്ട്രീം എരിവ് അത്ര എക്സ്ട്രീം അല്ല, പക്ഷേ നമ്മുടെ നാക്കൊക്കെ ഇങ്ങനെ വാ ഒന്ന് നാണം കുണുങ്ങുന്ന ഫീലാണ് നാക്കിനൊക്കെ. ഏതായാലും കൊള്ളാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചക്ക വേവിച്ചത് അത് കഴിച്ചില്ല, അതാണ് താരം, ഇന്നത്തെ താരം. വറുത്തരച്ച ചക്ക വേവിച്ചത്. ചോദിച്ചാ നമുക്കിത് കഞ്ഞിയിൽ തന്നെ അങ്ങ് ഇട്ട് കഴിക്കുകയല്ലേ, ടേസ്റ്റാണ് അല്ലേ. ഇച്ചിരി വെള്ളം പെട്ടെ, ഞാനൊരു സ്വല്പം എടുക്കാം. ഇതിൻ്റെ ആ അരോമ തന്നെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ആ വറുത്തരച്ചതിൻ്റെ ആ അരോമ നമുക്ക് കിട്ടും ഇതിലും. ശരിക്കും ചക്ക വേവിച്ചതിൻ്റെ അരോമയല്ല, ഇത് വറുത്തരച്ച ചക്കയുടെ ഒരു വേറൊരു അരോമ തന്നെയാണ്. കൊള്ളാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കൈ വെച്ച് കഴിക്കാം. ഇത് ഇപ്പോൾ ഓശാനയൊക്കെ കഴിഞ്ഞ് കഷ്ടാനുഭവാഴ്ച ആയതുകൊണ്ടാണ് നമ്മൾ പക്കാ വെജിറ്റേറിയൻ രീതിയിൽ പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ മിക്കവാറും നോൺ വെജ് ആണ്. വൈകുന്നേരം വെജ് വേണമെന്ന് പറഞ്ഞാൽ വെജ് ഉണ്ടാവും അല്ലേ, പ്യൂർ വെജ് കൊടുക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ കടിച്ചു പറിക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിരിക്കും ഇവിടെ. സൂപ്പർ സാധനം കേട്ടോ. ഇതിൻ്റെ കൂടെ ആ കണ്ണിമാങ്ങ അച്ചാറും കൂടെ കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു ലെവൽ തന്നെയാണ്, അടിപൊളി. സൂപ്പർ. ആ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ പുളി, എരിവും ഉപ്പും എല്ലാം അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ആ വറുത്തരച്ച തേങ്ങയുടെ ടേസ്റ്റും ചക്ക വേവിച്ചതിൻ്റെ ചക്കയുടെ ആ ടേസ്റ്റും ഒക്കെ എല്ലാം കൂടെ ആയിട്ട് പൊളിയാണ്. ഇതിനകത്ത് ഇന്നത്തെ ഏതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു. എല്ലാം ഒന്നിനൊന്നിന് കോംപ്ലിമെൻ്ററി ആയിട്ട് പോകുന്ന ഐറ്റംസാണ്. അങ്ങനെ നമ്മൾ ജോയ് ചായൻ്റെ ആ ഹോം സ്റ്റേയിൽ പമ്പയുടെ തീരത്ത് തന്നെ വന്ന് ഇഷ്ടംപോലെ പച്ചപ്പുള്ള സ്ഥലത്ത് വന്ന് താമസിക്കുകയും അതോടൊപ്പം തന്നെ നല്ല കഞ്ഞിയും ചക്കയും പപ്പടവും കണ്ണിമാങ്ങ അച്ചാറും ചമ്മന്തിയൊക്കെ ആയിട്ട് ആസ്വദിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്യണം. ഈ വീഡിയോ നമുക്കിവിടെ നിർത്താം അല്ലേ ചോദിച്ചാൽ? അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും, നിങ്ങൾ കൂടെ ഉണ്ടാവുക. നമുക്ക് ഹാപ്പി ആയിട്ട് ഒന്നിച്ച് അങ്ങോട്ട് പോവാം. തൽക്കാലത്തേക്കിന് ബൈ.